Hello students, Assalamu alaikum. Welcome to Razia'z Max. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫൈനൽ റിവിഷൻ ഫോർ ദ ടേം 1 ആരംഭിക്കുകയാണ്. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ MCQ ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് which of the following is a polynomial? Okay, and you are provided with 4 options there. ഇത് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. പോളിനോമിയൽ ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, അതിൽ വേരിയബിൾസ്, കോൺസ്റ്റൻസ്, എക്സ്പൊണൻസ് ഉണ്ടായിരിക്കും. നമ്മൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തെടുക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻസിനെ നമ്മൾ പോളിനോമിയൽസ് എന്ന് വിളിക്കുക. ആൻഡ് പോളിനോമിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിൽ വരുന്ന വേരിയബിൾസിൻ്റെ എക്സ്പൊണൻസ്, ഓക്കെ, അവർ ഓൾ നമ്പേഴ്സ് ആയിരിക്കണം. അതേപോലെ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ദിസ് ഈസ് ദ ഒൺലി കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ യു ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഈസ് എ പോളിനോമിയൽ. സോ നമുക്ക് നോക്കാം, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 റൂട്ട് എക്സ് പ്ലസ് 3. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും റൂട്ട് എക്സിൻ്റെ കേസിൽ. യെസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റൂട്ട് എക്സ്? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് വന്നത് ഒരു ഓൾ നമ്പർ ആണോ? അല്ല, ദിസ് ഇസ് എ റാഷണൽ നമ്പർ. സോ അവിടെ വെച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാം ദിസ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ പോളിനോമിയൽ. ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ, എക്സ് റേസ് ടു 3/2 മൈനസ് എക്സ് പ്ലസ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1. ഇവിടെ നോക്കുമ്പോൾ എക്സിൻ്റെ പവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 2 പേർ റാഷണൽ നമ്പേഴ്സ് ആണ്. നമുക്ക് ഓൾ നമ്പർ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 0, 1, 2, 3 ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദിസ് ഈസ് എ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് റാഷണൽ നമ്പർ ആണ്. സോ ഇറ്റ് കനോട്ട് ബി ടേക്കൺ. നമുക്കിത് എടുക്കാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഇസ് റൂട്ട് എക്സ് പ്ലസ് 1/√x. ഇവിടെ വെച്ചിട്ടേ അറിയാം റൂട്ട് എക്സിൻ്റെ മീനിങ് എക്സ് റേസ് ടു 1/2 എന്നാണ്. സോ എക്സിൻ്റെ എക്സ്പൊണൻറ്റ് നമുക്ക് റേസ് ടു 1/2, ദാറ്റ് ഇസ് എ റാഷണൽ നമ്പർ. സോ ദിസ് ഓപ്ഷൻ ഓൾസോ കനോട്ട് ബി ടേക്കൺ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു ദിസ്. ഒബ്വിയസ്ലി ഇവർ 3 പേരും അല്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ ആൻസർ. ബട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഈ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. റൂട്ട് 2x സ്ക്വയർ മൈനസ് 3√3x പ്ലസ് √6. ഈ √2, 3√3, √6 ദേ ആർ ഇറാഷണൽ നമ്പേഴ്സ്. സോ അത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്ന ആളാണ്. ആൻഡ് പോളിനോമിയൽ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ പോളിനോമിയൽ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ വേരിയബിൾസിൻ്റെ എക്സ്പൊണൻറ്റ് ഹോൾ നമ്പറും അതേപോലെ വേരിയബിൾസിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻസ് ഇവരെന്തുമായിരിക്കണം? റിയൽ നമ്പേഴ്സും ആയിരിക്കണം. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. ആൻഡ് √2 is a real number, 3√3 is a real number, √6 is a real number. So this algebraic expression is an example of a polynomial. Moving to the second question, which of the following is not a polynomial? നിങ്ങൾക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ പോളിനോമിയൽ അല്ലാത്തത് ഏത്? നേരത്തെ ഞാൻ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണ്. പോളിനോമിയൽസ് ആകണമെങ്കിൽ വന്നിട്ടുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ്റെ വേരിയബിൾസിൻ്റെ എക്സ്പൊണൻ്റ് ഓൾ നമ്പറും വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റ് റിയൽ നമ്പേഴ്സും ആയിരിക്കണം. സോ ചെക്ക് ചെയ്ത് നോക്കുക. √3x സ്ക്വയർ മൈനസ് 2√3x പ്ലസ് 5, √3, 2√3, 5 ദേ ആർ റിയൽ നമ്പേഴ്സ്. എക്സിൻ്റെ കോഎഫിഷ്യൻസ് 2, 1 and 0 എന്നാണ് പറഞ്ഞത്. ദേ ആർ all numbers. Okay, so this is real number and this is all number. So this is a polynomial. നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ള പോളിനോമിയൽ അല്ലാത്തത് ഏതാണെന്നാണ്. 9x സ്ക്വയർ മൈനസ് 4x പ്ലസ് √2. ഒബ്വിയസ്ലി ഇറ്റ്സ് എ പോളിനോമിയൽ. വൈ? ബിക്കോസ് ഇവിടെ വന്നിട്ടുള്ള എക്സിൻ്റെ പവേഴ്സ് എല്ലാം ഓൾ നമ്പേഴ്സും എക്സിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സുമാണ്. നെക്സ്റ്റ് ഇസ് 3/2x³ പ്ലസ് 6x സ്ക്വയർ മൈനസ് 1/√2x മൈനസ് 8. All the coefficients are real numbers and all the exponents are 3, 2, 1, 0, all numbers. And moving to the fourth option, x plus 3/x. What is the value? What is the value of 1/x? It can be represented as x raised to -1. That is x in the exponent ഒരു നെഗറ്റീവ് നമ്പർ ആണ് വന്നിട്ടുള്ളത്. That is all numbers അല്ല. 0യ്ക്ക് ഇപ്പുറത്ത് കിടക്കുന്ന ഒരാളാണ് വന്നിട്ടുള്ളത്. സോ എക്സ് റേസ് ടു -1 എന്ന് പറയുന്ന ആൾ ഉണ്ടായത് കൊണ്ട് തന്നെ എക്സിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ this is not a polynomial. and നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ is your fourth option. Question, which of the following is not a polynomial എന്നായിരുന്നു.
So moving to the third question, the zeros of the polynomial x square minus 2x minus 3 are. Okay, അപ്പോൾ you are provided with a quadratic polynomial there. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് സീറോസ്, പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ വേരിയബിൾസ്. അപ്പോൾ എപ്പോഴും ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 1 അല്ല എന്നുണ്ടെങ്കിൽ 1 ആക്കുക. ഓക്കെ, 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഏതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെയും ഇപ്പോൾ ax square plus bx plus c is equal to 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സം ഓഫ് സീറോസ് ഇപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറി. ദാറ്റ് ഈസ് പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് അതിനെ ഞാൻ ആൽഫ എന്നും ഒരാളെ ബീറ്റ എന്നും വിളിച്ചാൽ ഇതേ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എനിക്ക് ആൽഫയുടെയും ബീറ്റയുടെയും ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എക്സ് സ്ക്വയർ, and this is the very important section, minus of alpha plus beta x plus alpha into beta എന്നാണ്. സോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കോയഫിഷ്യൻറ്റ്, ഓക്കെ, കോയഫിഷ്യൻറ്റ് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 1 ആക്കി മാറ്റിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ടേമും ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതിൻ്റെ നെഗറ്റീവ് ആണും എടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ സീറോസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചിന്തിച്ച് നോക്കേണ്ടത് ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 വരികയും അതേപോലെ ആഡ് ചെയ്യുമ്പോൾ -2 വരികയും ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ്. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം വന്നിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ 3, അതിനെ ഫാക്ടറൈസ് ചെയ്യുക. ആൻഡ് യു നോ ദാറ്റ് 3 ഈസ് എ പ്രൈം നമ്പർ. അതുകൊണ്ട് തന്നെ അതിന് ഒരേ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, 1 ഇൻറ്റു 2. അപ്പോൾ 1 and 2 ഈ രണ്ട് നമ്പേഴ്സിനെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ, 1 and 3. സോ ഈ രണ്ട് നമ്പേഴ്സിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് യൂസിങ് അപ്രോപ്രിയേറ്റ് സൈൻ. നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്, -3. ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ഇസ് നെഗറ്റീവ്. അതിൻ്റെ മീനിങ് ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും എന്നാണ്. ബട്ട് ആരാന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിന് നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് നോക്കുക എന്നുള്ളതാണ്. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് -2 ആണ്. ഓക്കെ, -2 എന്നാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയത് നെഗറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന രീതി ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഇവരെ ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോൾ എഴുതാൻ പറ്റുന്ന രീതി ഇങ്ങനെയാണ്, x-3 ഇൻറ്റു x+1 എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുക എങ്ങനെയാണ്? x is equal to 3 and x is equal to -1. ഓക്കെ, സോ 3 and -1 is there in your option, and is option C there. So moving to the fourth question, x square minus root 2x minus 12. ഓക്കെ, ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് ഈ പറയുന്ന ഓപ്ഷൻസിൽ ആരാണ്? ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത് എക്സിൻ്റെ കൂടെ വന്നിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള രീതിയിലുള്ള കോഎഫിഷ്യൻസ് വരും. അപ്പോൾ ഈ അതേപോലെ ഓപ്ഷൻസിൽ ഇറാഷണൽ നമ്പേഴ്സ് വരുമ്പോൾ ഓഫൺ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഓപ്ഷൻസ് എടുത്തിട്ട് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് അത് എത്തുന്നു എന്ന് നോക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല. ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്ന ഒരാളുണ്ട്. ദാറ്റ് ഈസ് ax square plus bx plus c is equal to 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ബൈ ദ ജനറൽ ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, ഇത് ഉപയോഗിച്ചാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ x is equal to -b എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ക്വസ്റ്റൻ, അപ്പോൾ -√2 will become +√2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ. ഓക്കെ, -2ൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2, √2ൻ്റെ സ്ക്വയർ 2 ആണ്, മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c, ദാറ്റ് ഇസ് 4 ഇൻറ്റു 1 ഇൻറ്റു c ഇസ് ഈക്വൽ ടു -12. സോ 12 ഇവിടെ വരും ആൻഡ് പ്ലസ് ആണ് ഇവിടേക്ക് വരിക, ഡിവൈഡഡ് ബൈ 2a, ദാറ്റ് ഇസ് 2 ദർ, ഈസ് ഈക്വൽ ടു √2 പ്ലസ് ഓർ മൈനസ്. ഓക്കെ, ഈ റൂട്ടിൻ്റെ അകത്തുള്ളത് നമ്മൾ നോക്കണം, 2
plus 4 into 12. 4 into 12 is equal to 48. Okay. And 48 plus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? It is equal to root 50 ആണ് divided by 2. Okay. Is equal to root 2 plus or minus. ഈ root 50 എന്ന് പറയുന്ന ആളിനെ എനിക്ക് 5 root 2 എന്നാണ് എഴുതാൻ പറ്റുക. Why? Because root 50 എന്ന് പറഞ്ഞാൽ is equal to root of 25 into 2 ആണ്. And 25 is a perfect square number. So അത് പുറത്തേക്ക് വരുമ്പോൾ അത് 5 ആയിട്ട് മാറും. And root 2 അതേപോലെ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തത് root 2 plus or minus 5 root 2 divided by 2. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ രണ്ട് പോസിബിൾ വാല്യൂസിൽ ഒന്ന് നമുക്ക് എങ്ങനെ എഴുതാം? root 2 plus 5 root 2 divided by 2. അല്ല എന്നുണ്ടെങ്കിൽ x is equal to root 2 minus 5 root 2 divided by 2. ഇതിലേതെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ root 2 plus 5 root 2, ഒരു റൂട്ട് കൊണ്ടോടെ 5 റൂട്ട് കൂട്ടുമ്പോൾ നമുക്ക് 6 റൂട്ട് കിട്ടും ഡിവൈഡഡ് ബൈ 2. 3 എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് 3 root 2 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും root 2 minus 5 root 2. ഓക്കെ. root 2 നിന്നും 5 root 2 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് minus 4 root 2 എന്നാണ് divided by 2. And this 2 and this minus 4 cancelled each other. എനിക്ക് minus 2 root 2 എന്നാണ് കിട്ടുക. minus 2 root 2. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ ഉത്തരത്തിലുണ്ടോ? നോക്കിയപ്പോൾ 3 root 2 minus 2 root 2. Yes, that is there in my option. That is option B is the correct answer. ഇനി ഇതേ ഓപ്ഷൻ തന്നെ നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് 3 റൂട്ട് എക്സിന് പകരം 3 റൂട്ട് കൊടുത്ത് ചെയ്യുമ്പോഴും എക്സിന് പകരം -2 റൂട്ട് കൊടുത്ത് ചെയ്യുമ്പോഴും യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആസ് 0. ഓക്കെ. ആ രീതിയിലും നിങ്ങൾക്ക് ഇതിനെ ചെക്ക് ചെയ്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള രണ്ട് വഴികൾ ഞാൻ കാണിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ MCQs ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്റ്റ് ചെയ്യുന്നതായിട്ട് ആയിരിക്കും കൂടുതൽ നല്ലത്. x² minus root 2x minus 12. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ എക്സ്പോണൻറ്റ് x²ൻ്റെ കോയഫിഷ്യൻറ്റ് ഓക്കെ 1 ആക്കുക. x² കോഫിഷ്യൻറ്റ് ഓൾറെഡി 1 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ജനറലി ഇങ്ങനെ കൺസിഡർ ചെയ്യാം. x² മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ആൽഫയും ബീറ്റയും എന്താണ്? റൂട്ട്സ് ആണ്. ദാറ്റ് ഇസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ സംബന്ധിച്ച് -12ഉം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നെഗറ്റീവ് ഓഫ് ദാറ്റ് ഇസ് നെഗറ്റീവ് മാറിയാൽ പിന്നെ അവിടെ റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2 വരിക. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട ഇത്ര മാത്രം. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 കിട്ടുന്നതും തമ്മിൽ കൂട്ടുമ്പോൾ റൂട്ട് 2 കിട്ടുന്നത് ആരുമാണ്? ഇത് രണ്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുന്നു. റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2 നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ഓഫ് റൂട്ട് 2 നെഗറ്റീവ് ഓഫ് 2 ആണ് കിട്ടുക. ഓക്കെ. അപ്പോൾ ആ ഓപ്ഷനെ നമുക്ക് അവിടെ വെച്ച് തന്നെ നെഗ്ലക്ട് ചെയ്യാം. വെരി സിമ്പിൾ മെത്തേഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 മെത്തേഡ്സിൽ ഏറ്റവും എളുപ്പം ഇതാണ് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഈ ഒരു ഓപ്ഷൻ 3 root 2 minus 2 root 2 ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. 3 into -2 ഈസ് ഈക്വൽ ടു ആരാണ്? -6 ആണ് വരിക. ആൻഡ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആരാ വരിക? 2 ആണ് വരിക. സോ -6 into 2 ഈസ് ഈക്വൽ ടു -12. സോ എൻ്റെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബട്ട് അത് മാത്രം പോരാ, ഇതിനെയും കൂടെ നോക്കണം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആൽഫയും ബീറ്റയും കൂട്ടുമ്പോൾ റൂട്ട് 2 കിട്ടുന്നോ നോക്കുക. 3 root 2 minus 2 root 2 നമ്മൾ കൂട്ടുമ്പോൾ വി വിൽ ഗെറ്റ് റൂട്ട് 2 ഒബ്വിയസ്ലി. സോ അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ഈ മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. എങ്ങനെയാണ്? x² കോഎഫിഷ്യൻറ്റ് 1 ആക്കുക. ഓക്കെ. അത് 1 ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും 1 ആക്കാനുള്ള ആളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ രീതിയിൽ കൺസിഡർ ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ വെരി ഈസിലി. സോ moving to the fifth question, the zeros of the polynomial 4x² plus 5 root 2x minus 3. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ്? നമ്മുടെ x² കോഫിഷ്യൻറ്റിനെ 4 ആണ്. അതിനെ 1 ആക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തം എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇനി എന്തായിട്ട് മാറും എന്ന് ചിന്തിച്ച് നോക്കുക. 4x² 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² ആയിട്ട് മാറും. പ്ലസ് 5 root 2 ഡിവൈഡഡ് ബൈ 4 എന്നായിട്ട് മാറും. x മൈനസ്
3/4 ഈ രീതിയിലേക്ക് എൻ്റെ ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാറുകയാണ് ചെയ്യുന്നത്. സോ ഇനി എനിക്ക് പറയാൻ പറ്റും ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ് -3/4. ഓക്കെ, അതേപോലെ പറയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നെഗറ്റീവാണ്, ദറ്റ് ഇസ് -5√2 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/4 കിട്ടുന്ന ആരുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ദറ്റ് ഇസ് -3√2 ഇൻറ്റു √2 ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും -3 ഇൻറ്റു 2 -6 ആണ് കിട്ടുക. സോ ദാറ്റ് ഇസ് നോട്ട് അവർ ഓപ്ഷൻ. സോ ദിസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. -3√2 ഇൻറ്റു 2√2 എന്നുള്ള രീതി വരുമ്പോൾ -3. ഓക്കെ, √2 into √2 will become 2 and that 2 will be cancelled with this. ഓക്കെ, അപ്പോൾ എനിക്ക് -3/4 എന്തായാലും കിട്ടില്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ നെഗ്ലക്റ്റഡ്. നെക്സ്റ്റ് ഇസ് -3√2/2 √2/4. ഇതിനെ തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ദറ്റ് ഇസ് -3 ഓക്കെ ഇൻറ്റു 2 എന്നായിട്ട് മാറും ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. അപ്പോൾ മുകളിലത്തെ 2 താഴത്തെ 2 ക്യാൻസലായി പോവും. പിന്നെ എനിക്ക് അവിടെ ലെഫ്റ്റ് ചെയ്യുന്നത് -3/4 മാത്രമാണ്. സോ എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തു. ബട്ട് നൺ ഓഫ് ദീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനും കൂടെ കറക്റ്റ് ആവുന്നു എന്ന് നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. -3√2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവരെയും അതിൽ √2 ഡിവൈഡ് ബൈ 4 ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് -5√2/4 കിട്ടുന്നോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ക്വാണ്ടിറ്റിയെ മാത്രം മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും -6√2/4. അതേപോലെ ഇത് +√2/4 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് മുകളിലുള്ളവരെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. -6√2 + √2 ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് -5√2 ഡിവൈഡഡ് ബൈ 4 ആസ് എ സം ഓഫ് ദി സീറോ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് എൻ്റെ ക്വസ്റ്റനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള തേർഡ് ഓപ്ഷൻ ആണ്. സോ ദിസ് ഇസ് യുവർ ആൻസർ. So moving to the sixth question. ഈ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ്. ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് പറയണം ഈ തന്നിട്ടുള്ള പോളിനോമിയലിലെ സീറോസ് ആരാണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. x² കോഎഫിഷ്യന്റ് 1 ആണോ? യെസ് 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു ആരാണ് -2. ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ തന്നിട്ടുള്ള ആളിൻ്റെ നെഗറ്റീവ്, ദറ്റ് ഇസ് -1/6 എന്നുള്ള രീതി കിട്ടും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയേഴ്സിനെ കണ്ടുപിടിക്കാം. -3 ഇൻറ്റു 4 ഒരിക്കലും -2 ആവില്ല. സോ ദിസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. -3/2 ഇൻറ്റു 4/3 ചെയ്ത് നോക്കുക. 3 and 3 ക്യാൻസൽഡ് ഈച്ച് അതർ 2 and 4. ഓക്കെ, അപ്പോൾ എനിക്ക് മുകളിൽ 2 വരും ആൻഡ് -2 എന്നുള്ള കാര്യം വരും. സോ ഈ ഒരു ഓപ്ഷൻ എൻ്റെ ആൽഫ ഇൻറ്റു ബീറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്നു. -3/2 + 4/3 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ -9 + 8 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് -1/6 എന്നാണ് കിട്ടുക. സോ എനിക്ക് അവിടെ വെച്ച് തന്നെ എൻ്റെ ഉത്തരം കിട്ടി. ദാറ്റ് ഈസ് ഈ ഓപ്ഷനിൽ രണ്ടുപേരുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 എന്നും അതേപോലെ രണ്ടുപേരുടെ കൂട്ടുമ്പോൾ എനിക്ക് -1/6 എന്നാണ് കിട്ടിയത്. സോ ദിസ് ഇസ് മൈ ആൻസർ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ മൂന്നാമത് തന്നിട്ടുള്ള ഓപ്ഷനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 തന്നെയാണ് കിട്ടുക. ഓക്കെ, 3 and 3 ക്യാൻസൽഡ് ഈച്ച് അതർ -4 1 ഡിവൈഡ് ബൈ 2 -2. സോ അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടാമത്തെ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്തിട്ടേ പോവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ -4/3 + 3/2 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് -8 + 9 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് 1/6 ആയിട്ടാണ് മാറുന്നത്. സോ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആദ്യത്തെ കാര്യം സാറ്റിസ്ഫൈ ചെയ്താലും രണ്ടാമത്തെ കാര്യം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ പോവൂ. കാരണം ഇവിടെ വന്നത് കണ്ടല്ലോ, ഓപ്ഷൻസ് ആർ സിമിലർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ ആളും ആഡ് ചെയ്യുമ്പോൾ വേറെ ആളും കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ചെക്ക് ചെയ്യുക. ആൻഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ യുവർ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. സോ മൂവിങ് ടു ദ സെവൻത്ത് ക്വസ്റ്റ്യൻ. ഈ പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ സീറോസ് കണ്ടുപിടിക്കൂ. അപ്പോൾ എന്ത് ചെയ്യണം? x² കോഎഫിഷ്യൻറ്റിനെ നമ്മൾ എന്താക്കണം? 1 ആക്കണം. ഇവിടെ 7 ആണ്. സോ ഈ തന്നിട്ടുള്ള എല്ലാവരെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ 7x² ഡിവൈഡ് ബൈ 7 x² ആയിട്ട് മാറും. സോ x² കോഎഫിഷ്യൻറ്റ് 1 ആയി. -11
എക്സ് ഡിവൈഡഡ് ബൈ 3 ആയിരുന്നു. 3യുടെ കൂടെ ഇപ്പോൾ ഒരു 7 കൂടെ വരുമ്പോൾ 7 × 3 21. ഓക്കെ, -2 ഡിവൈഡ് ബൈ 21. ഈ രീതിയിലേക്ക് എൻ്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാറി. ഇനി എനിക്ക് പറയാൻ പറ്റും ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു -2 ബൈ 21 ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ തന്നതിൻ്റെ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഓഫ് 11 ബൈ 21 എന്നുള്ള രീതി കിട്ടും. സോ ദറ്റ് ഈസ് എനിക്ക് എന്ത് കേട്ടാ പോസിറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. സോ ഇനി എൻ്റെ ഓപ്ഷൻസിൽ നിന്നും ചെക്ക് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 ബൈ 21 കിട്ടുന്നത് ആരാണ്? ആഡ് ചെയ്യുമ്പോൾ 11 ബൈ 21 കിട്ടുന്നത് ആരാണ്? നോക്കുക. 2 ബൈ 3 ഇൻറ്റു -1 ബൈ 7. 2 ഇൻറ്റു -1 -2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 21 3 ഇൻറ്റു 7 21. സോ എനിക്ക് ഇത് -2 ബൈ 21 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആൽഫ പ്ലസ് ബീറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. 2 ബൈ 3 പ്ലസ് -1 ബൈ 7. സോ നോക്കുമ്പോൾ 2 ഇൻറ്റു 7 14. നടുക്കത്തെ സൈൻ അതേപോലെ എടുക്കുക. -1 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ 21. അപ്പോൾ നോക്കുമ്പോൾ 14 - 3 ഈസ് ഈക്വൽ ടു 11 divided by 21. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് തന്നെ എനിക്ക് ആൻസർ കിട്ടി. ഓക്കെ, ദറ്റ് ഈസ് മൈ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2 ബൈ 7 -1 ബൈ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -2 ബൈ 21 തന്നെയാണ് കിട്ടുക. ഇവിടെ നോക്കുക, -2 ബൈ 3 1 ബൈ 7 ഇവരെയും മൾട്ടിപ്ലൈ ചെയ്താൽ -2 ബൈ 21 തന്നെയാണ് കിട്ടുക. സോ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവർ 3 പേരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. Moving to the 8th question, the sum and the product of the zeros of a quadratic polynomial are 3 and -10. Then the quadratic polynomial is. Okay, so ഒരു quadratic polynomial sum of zeros product of zeros തന്നിട്ടുണ്ട്. sum of zeros 3 product of zeros -10 അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാനാണ് നിങ്ങളിത് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സം ഓഫ് സീറോസിൻ്റെയും പ്രോഡക്റ്റ് ഓഫ് സീറോസിൻ്റെയും ബേസിസിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാൻ പറ്റുന്ന രീതി എങ്ങനെയാണ്? x² മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, ഞാൻ എഴുതുകയാണ് x² minus of alpha plus beta is equal to 3. So minus of 3 will become minus 3x plus alpha into beta minus 10. So ഇതെന്തായിട്ട് മാറും? -10 ആയിട്ട് മാറും. So x² minus 3x minus 10 is your answer, and that is your option C there. So moving to the 9th question. Question ഇങ്ങനെയാണ്, a quadratic polynomial whose zeros are 5 and -3. ശ്രദ്ധിക്കണം, നേരത്തെ ക്വസ്റ്റനിൽ നമുക്ക് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റനിൽ ഇൻഡിവിജ്വൽ ആയിട്ട് സീറോസിൻ്റെ വാല്യൂസ് തന്നിട്ടുള്ളത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 5 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു -3. നമ്മളടുത്ത് ആ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ അതിൻ്റെ സീറോസിൻ്റെ ബേസിസിൽ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? x² മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, സോ അതേപോലെ എഴുതാം x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 5 - 3 ഈസ് ഈക്വൽ ടു +2. ഓക്കെ, 2x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ 5 ഇൻറ്റു -3 വിൽ ബിക്കം -15. ഓക്കെ, സോ എനിക്ക് ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? x² മൈനസ് 2x മൈനസ് 15 എന്നാണ് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ C there, x² minus 2x minus 15. So your next question, that is the 10th question, is a quadratic polynomial whose zeros are 3 by 5 and -1/2. So ആൽഫയുടെയും ബീറ്റയുടെയും ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ x² മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് മൈനസ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് എഴുതുക. സോ x² മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് 3 by 5 -1/2, because beta is negative there. X plus alpha into beta, 3 by 5 into -1/3, that is -3 divided by 10 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? x² മൈനസ് ഇതിനെ ഞാൻ ചെയ്യുമ്പോൾ 3 × 2 is equal to 6 minus 1 × 5 is equal to 5 divided by 5 × 2 is equal to 10. ഓക്കെ, x പ്ലസ് നെഗറ്റീവ് -3/10. അപ്പോൾ x² minus 6 minus 5 is equal to +1, and negative of +1 will become -1. So minus x
divided by 10 minus 3 by 10. ആൻഡ് നിങ്ങളുടെ ഓപ്ഷൻസിൽ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ് 10 ആണ്. സോ ഞാൻ ഈ ഹോൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 10x സ്ക്വയർ മൈനസ്, ഓക്കെ, ദിസ് 10 ആൻഡ് ദിസ് 10 ക്യാൻസൽഡ് ഈച്ച് അതർ, അത് മൈനസ് എക്സ് ആയിട്ട് മാറും. ദിസ് 10 ആൻഡ് ദിസ് 10 ക്യാൻസൽഡ് ഈച്ച് അതർ, അതിന് മൈനസ് 3 ആയിട്ട് മാറും. സോ എനിക്ക് കിട്ടിയ ഓപ്ഷൻ 10x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ ഡി ദർ. So your next question is, the zeros of the quadratic polynomial x square plus 88x plus 125 are both positive, both negative, one positive, one negative, both equal. So ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? ദറ്റ് ഈസ് ഇവരുടെ സീറോസ്, ഓക്കെ, ഇവർ രണ്ടിനും പോസിറ്റീവ് ആണോ അതോ രണ്ടും നെഗറ്റീവ് ആണോ, ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണോ, അത് രണ്ടും ഈക്വൽ ആണോ എന്നൊക്കെയാണ് നമ്മളിത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആക്ച്വലി ഇതിൻ്റെ സീറോസ് കണ്ടുപിടിച്ച് അത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം എന്താണ് ഇവിടെ വരുന്നത്, ഇതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്. എക്സ് സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ 1 ആണോ? യെസ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ ഇതിൽ നിന്നും പറയാം ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 125. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പറ്റും ആൽഫ പ്ലസ് ബീറ്റ, ഇവിടെ തന്ന ആളുടെ നെഗറ്റീവ്, ദറ്റ് ഈസ് മൈനസ് 88 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത് എത്രയേ ഉള്ളൂ, രണ്ട് പേര് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് വാല്യൂ വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് പേർക്ക് ഒരേ സൈൻ എന്നാണ്. ദറ്റ് ഈസ് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ് പോസിറ്റീവ്, ആൻഡ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് പോസിറ്റീവ്. രണ്ട് പേർക്ക് ഒരേ സൈൻ ആകുമ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരിക. സോ രണ്ട് പേർക്ക് ഒരേ സൈൻ ആണെന്ന് മനസ്സിലായി. ഇനി ആ സൈൻ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദാ ഇവിടെ നോക്കുക. നമുക്ക് ഇവർ രണ്ടുപേരുടെ കൂട്ടിയപ്പോൾ നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്. ചിന്തിച്ച് നോക്കുക, രണ്ട് പേർക്ക് ഒരേ സൈൻ ആണെങ്കിൽ പ്ലസ്സും പ്ലസ്സൂടെ ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് പ്ലസ് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് മൈനസ് ആൻഡ് മൈനസ് തമ്മിൽ കൂട്ടുമ്പോഴാണ് നെഗറ്റീവ് സൈൻ വരിക. സോ എനിക്ക് പറയാൻ പറ്റും ഇവിടെ ബോത്ത് ആർ നെഗറ്റീവ്. ഓക്കെ, രണ്ട് പേരും നെഗറ്റീവാണ്, ബോത്ത് ആർ നെഗറ്റീവ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു പോസിറ്റീവ് വാല്യൂം അതേപോലെ തന്നെ അവർ ആഡ് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂം കിട്ടിയത്. So moving to the question 12, if alpha and beta are the zeros of x square plus 5x plus 8, then the value of alpha plus beta, alpha plus beta വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ചെക്ക് ചെയ്യുക, 1 ആണോ? യെസ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇയാൾക്ക് പകരം എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയാം. ദാറ്റ് മീൻസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 8 ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ്. സോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ വേണം എനിക്ക് വരാൻ, ദാറ്റ് ഈസ് -5. സോ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -5 ദർ, ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ ബി. Next question, 2x square plus 5x minus 9. Okay, this ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് ആൽഫയും ബീറ്റയും ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ? അപ്പോൾ ചെക്ക് ചെയ്യുക, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണോ? അല്ല, മേക്ക് ഇറ്റ് 1. ദറ്റ് ഈസ് ഇവരെല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാവും? 1 ആവും. ദറ്റ് ഈസ് എങ്ങനെ കിട്ടുക? എക്സ് സ്ക്വയർ, ഓക്കെ, പ്ലസ് 5/2 എക്സ് മൈനസ് 9/2. ഈ ഒരു രൂപത്തിലേക്ക് മാറിയാൽ എനിക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ജനറൽ ഫോം എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. സോ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു, അക്കോർഡിംഗ് ടു മൈ ക്വസ്റ്റൻ, ഇറ്റ് ഈസ് -9/2 ആൻഡ് ദാറ്റ് ഈസ് ദെയർ ഇൻ യുവർ ഓപ്ഷൻ സി. So moving to the next question, if 1 0 of the quadratic polynomial kx square plus 3x plus k is 2, that is suppose that the alpha is equal to 2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തന്നിട്ടുള്ള ആളിനെ ഞാൻ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ സീറോസ് എന്ന് വിളിക്കുക. അതിൽ ഒരാൾ 2 ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ ദാറ്റ് ഇക്വേഷൻ ഷുഡ് സാറ്റിസ്ഫൈ ദിസ് condition, that is equal to condition, is equal to 0 condition. അപ്പോൾ എനിക്കിതിനെ k into 2ൻ്റെ സ്ക്വയർ പ്ലസ് 3 into 2 പ്ലസ് k is equal to 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ it will become 4k plus 6 plus k is equal to 0. That means 4k plus k is equal to 5k plus 6 is equal to 0. That is k is equal to -6/5. So -6/5 is the answer, and that is your option D there.
Moving to the next question. If 1 0 of the quadratic polynomial k minus 1 x square plus kx plus 1 is minus 4. Suppose alpha is equal to minus 4 എന്ന് പറഞ്ഞ് കൊടുക്കാം. Then the value of k is. k യുടെ വാല്യൂ ആണ് വേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 0 എന്ന് പറഞ്ഞാൽ ഇതിന് ഈസ് ഈക്വൽ ടു കണ്ടീഷൻ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസിൽ ഒരാളാണ്. സോ ഈ എക്സിന് പകരം ഞാൻ ഈ -4 കൊടുക്കുന്നു. ദാറ്റ് ഇസ് k minus 1 into -4ന്റെ സ്ക്വയർ പ്ലസ് k into -4 plus 1 എന്നുള്ള രീതി കൊടുക്കുക. -4ന്റെ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 16 into k minus 1 minus 4k plus 1 is equal to 0 condition. Don't forget that. Next is 16k minus 16 minus 4k plus 1 is equal to 0. Okay. Next is 16k minus 4k is equal to 12k. Okay, minus 16 plus 1, it will become minus 15 is equal to 0. So 12k is equal to plus 15, k is equal to 15 by 12, which is equal to നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5/4 എന്നാണ്. Okay, so 5/4 is our right answer and it is your option B there. So moving to the question 16. Okay, if -2 and 3 are the zeros of the quadratic polynomial x square plus a plus 1 x plus b, then what is the value of a and b? A is equal to dash and b is equal to dash. Okay, അപ്പോൾ നോക്കുമ്പോഴത്തേക്കും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണോ? യെസ്, ഇറ്റ് ഇസ് 1. സോ എനിക്കിതിനെ മറ്റൊരു രീതിയിൽ പറയാം. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഇതിൽ നിന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ആൽഫ ഇൻറ്റു ബീറ്റ is equal to what? Is equal to b here. Okay, and alpha value എത്രയാണ്? -2. ബീറ്റയുടെ വാല്യൂ എത്രയാണ്? That is -2 into 3 is equal to b. That is -6 ആണ് ബിയുടെ വാല്യൂ. Okay, next is alpha plus beta. നോക്കാം, alpha plus beta is equal to, ശ്രദ്ധിച്ചു നോക്കുക, മൈനസ് ആണ്. നമ്മൾ ഇവിടെ വന്ന ആളുടെ നെഗറ്റീവ് ആണ് എടുക്കാൻ. സോ നെഗറ്റീവ് ഓഫ് പോസിറ്റീവ് a plus 1 will become negative a plus 1. ഓക്കെ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ കിട്ടും. ദാറ്റ് ഇസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -2 + 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, 1 is equal to -a minus 1 എന്നുള്ള രീതിയിലായിട്ട് മാറും. ആൻഡ് ഇത് ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? -a is equal to +2 എന്നായിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു a is equal to -2. സോ എയുടെ വാല്യൂ -2ഉം ബിയുടെ വാല്യൂ -6ഉം ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ സി ദെയർ. So your next question is, if 1 0 of 3x square plus 8x plus k be the reciprocal of the other, then find the value of k. Kയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എനിക്കിവിടെ തന്നിട്ടുള്ള ക്ലൂ, ഇതിൻ്റെ ഒരു സീറോ മറ്റൊന്നിൻ്റെ റെസിപ്രോക്കലാണ്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ്, ഐ ക്യാൻ സേ if alpha is here then beta is equal to 1/alpha എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എനിക്കിവിടെ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ എം ഗോയിങ് ടു മേക്ക് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് സ്ക്വയർ 1. ഇപ്പം 3 ആണ്, സോ ഡിവൈഡഡ് ബൈ 3, എല്ലാവരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്കിതിനെ കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 8/3x പ്ലസ് k/3 എന്നാണ്. സോ ഇതിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു k/3. ആൻഡ് യു നോ ദാറ്റ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ റെസിപ്രോക്കലാണ്. സോ ആൽഫ ഇൻറ്റു 1/ആൽഫ ഈസ് ഈക്വൽ ടു k/3. ആൻഡ് ആൽഫ ക്യാൻസൽഡ് ഈച്ച് അതർ. k/3 ഈസ് ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് k ഈസ് ഈക്വൽ ടു 3 there. So moving to the question 18. If sum of the zeros of the quadratic polynomial kx square plus 2x plus 3k is equal to the product of its zeros, then k is equal to. That is, നമ്മളോട് പറയുന്നു ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയും ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ സെയിം ആണെന്ന് പറയുന്നു. ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയറിൻ്റെ ക്വസ്റ്റൻ്റെ k ആണ്. ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് 1. ഓക്കെ, സോ ഡിവൈഡ് ദ ഹോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് കെ ദെയർ. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുക, k/k എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2/k എക്സ് പ്ലസ് 3 എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് k ആൻഡ് k ക്യാൻസൽ ടീച്ചർ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പറയാം ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 3.
Okay, and alpha plus beta is equal to negative of this, okay, that is minus 2 by k എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയും സെയിം ആണെന്നാ പറയുന്നത്. ദാറ്റ് ഇസ് സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സീറോസ് ദർ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ദാറ്റ് ഇസ് minus 2 by k is equal to 3, which means k is equal to minus 2 by 3. Okay, so minus 2 by 3 is the right answer, and that is your option D. So next question is, if alpha and beta are the zeros of the polynomial x square plus 6x plus 2, then what is the value of 1 by alpha plus 1 by beta? Check here. X square coefficient 1 ആണോ? യെസ് ആണ്. അതുകൊണ്ട് എനിക്ക് പറയാം ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ കോഎഫിഷ്യന്റ് ദറ്റ് ഇസ് മൈനസ് 6. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ ആണ്. അപ്പോൾ എനിക്കിതിനെ ട്രാൻസ്ഫോം ചെയ്താൽ ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ എന്നാണ് പറയാൻ പറ്റുക. ഓക്കെ, 1 ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. ദറ്റ് ഇസ് beta plus alpha is equivalent to alpha plus beta. So minus 6 divided by alpha into beta is equal to 2, which is equal to minus 3, and that is your option B. Moving to the next question. If alpha and beta are the zeros of the polynomial 2x square plus 5x plus k such that alpha square plus beta square plus alpha into beta is equal to 21 by 4, then find the value of k. So this is your question. Okay, kയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. എനിക്കിവിടെ തന്നിട്ടുണ്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ഇങ്ങനെ ഒരു റിലേഷനും കൂടെ തരുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കിയാൽ ദാറ്റ് ഈസ് എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 5/2 എക്സ് പ്ലസ് കെ ബൈ 2 എന്നാണ് കിട്ടുക, വിച്ച് മീൻസ് alpha into beta is equal to k by 2. Okay, next alpha plus beta എന്ന് പറയുന്ന ആളിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5/2 നെഗറ്റീവ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദിസ്? ഇപ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം k by 2 കൊടുക്കാം. വാട്ട് അബൌട്ട് ദിസ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ ചെക്ക് ചെയ്യുക, എൻ്റെ കയ്യിൽ ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്, ആൽഫ ഇൻറ്റു ബീറ്റ ഉണ്ട്. അവർ വെച്ചിട്ട് എനിക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ്. എങ്ങനെയാണ്? alpha plus beta the whole square is equal to alpha square plus beta square plus 2 alpha beta, that is a plus b the whole square is equal to a square plus b square plus 2ab form. ഇതിൽ ഞാൻ ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം മൈനസ് 5/2 സ്ക്വയർ ഓക്കെ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ അതേപോലെ നിൽക്കട്ടെ പ്ലസ് 2 into alpha beta, and alpha beta is equal to k by 2, so 2 into k by 2 will become k there. Okay, അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് മാറുക? ദാറ്റ് ഈസ് ഇവിടെ നോക്കുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് കെ. ഓക്കെ, അപ്പോൾ എനിക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്ത് കിട്ടും? 25/4 മൈനസ് കെ എന്നുള്ള രീതിയിലായിട്ട് മാറും. ആൻഡ് ഈ കണ്ടീഷൻ ഗിവൺ ഇൻ മൈ ക്വസ്റ്റ്യൻ വാസ് ദിസ്: ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 21/4. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അവിടെ നിന്നും നമുക്ക് എഴുതാൻ പറ്റുന്ന ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 25 ഡിവൈഡഡ് ബൈ 4 മൈനസ് കെ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ? ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു കെ ബൈ 2, സോ പ്ലസ് കെ ബൈ 2 എന്നുള്ള രീതി കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 21/4. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കെയുടെ ടേംസിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറി. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് കെ. ഓക്കെ, അപ്പോൾ നോക്കാം 24. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 25 ഡിവൈഡ് ബൈ 4 കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് കെ പ്ലസ് കെ ബൈ 2 ഈസ് ഈക്വൽ ടു 21/4 മൈനസ് 25/4 എന്നുള്ള രീതി വരും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 4 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, നെക്സ്റ്റ് മൈനസ് 2k പ്ലസ് കെ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1. മൈനസ് 2k പ്ലസ് കെ ഈസ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ് 2 പ്ലസ് കെ ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു മൈനസ് 2, വിച്ച് മീൻസ് കെ ഈസ് ഈക്വൽ ടു 2, ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ ഡി ദെയർ.